ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാനോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനോ പറ്റില്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല. ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി പാരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്, അതെന്തെങ്കിലും കാർമിക് കാരണങ്ങൾ കൊണ്ടാണോ, ഈ വ്യക്തി ആരായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ആത്മാർത്ഥതയ്ക്ക് ഉള്ളൊരു തിരിച്ചൊരു ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടാകില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഇതൊരു ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, അല്ലാതെയും റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ വരാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാനായിട്ട് പ്രത്യേകം ഓർക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പേഴ്സണായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഇവിടെ ഒരു എംബ്രറാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ തന്നെയായിരിക്കണം പാസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്റർ ആയിട്ടായിരുന്നു. അതായത് അതോറിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ അത്രയും മേജർ ആയിട്ടൊരു റോൾ കീപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പല തീരുമാനങ്ങൾ അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കതായ ഒരു സ്ഥാനമുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളെ ഒരിക്കലും തളർത്താനുള്ള റിലേഷൻഷിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എൻട്രി ആയിട്ടോ ഇവിടെ മനസ്സിലാവുന്നില്ല. ഇവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ ചിന്തിച്ചുകൊണ്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ് എന്ന് മനസ്സിലാക്കി തരാൻ വരുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകളിൽ വിശ്വസിക്കാനായിട്ട്, നിങ്ങളെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്, പക്ഷേ ഈ ഒരു ലെസണാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തി ഈ ലൈഫിൽ ഈ ഒരു ബർത്തിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഹോപ്പ് കൊണ്ടുവരാൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ പലരും ലൈഫിൽ പല അപ്രതീക്ഷിതമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാകാം, പ്രതീക്ഷകളൊക്കെ നശിച്ച വ്യക്തികളുണ്ടാവാം. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പല പ്രാവശ്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതായിട്ട് തോന്നുന്നുണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് പല കാര്യങ്ങൾ വാശിക്കാണെങ്കിൽ കൂടി നിങ്ങളൊരു ഹോപ്പ് വെക്കുന്നുണ്ട് ലൈഫിൽ എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രതീക്ഷ കൊണ്ടുവരാൻ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ഒരു ലോജിക്കായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ അല്ലാതെ ചിന്തിക്കുന്ന ഘട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേൽക്കാത്ത രീതിയിൽ വളരെ ലോജിക്കായിട്ട് നിങ്ങളിവിടെ പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കുറച്ചും കൂടിയും സോഫ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നത്. എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുക, നമുക്ക് എന്താണ് അവസരങ്ങളുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാതും ഒരു പഴമയായി കാണാതെ ഒരു പുതുമയല്ല നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതെപ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ലോജിക്കായിട്ട് നിങ്ങൾക്ക് ഉള്ളിലുള്ളത് തുറന്ന് കാണിക്കാതെ, പറയാതെ, നിങ്ങളുടെ ഫീലിങ്സിനെ പുറമേക്ക് കാണിക്കാതെ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളതായിരിക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ആ വ്യക്തി പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. അത് ചിലപ്പോൾ അനുഭവങ്ങളായിരിക്കാം, നിങ്ങൾ മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഒരു ഹിറോഫൻ കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രഡീഷനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ് ഈ വ്യക്തിയിലൂടെ ഉടനെ കിട്ടാൻ പോകുന്നതായിട്ടോട് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്നുണ്ട്.
അത് ഈ വ്യക്തിയിൽ നിന്നാകാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകൾ എടുക്കാനാണ് കൂടുതലായിട്ടും ഈ ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന പല സാഹചര്യം നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ സാഹചര്യം എന്തൊക്കെ തന്നെ ആയാലും അതിനെ ശക്തമായി തന്നെ അഭിമുഖീകരിക്കാനുള്ളൊരു ശക്തി നിങ്ങൾ കാണിക്കണം എന്നുള്ളൊരു പാഠം കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. അതേസമയം നിങ്ങൾക്കുള്ളൊരു ഹീലിംഗ് ചെയ്യാനുള്ളത്, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ചെറുതാണെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളായാലും നിങ്ങളത് എൻജോയ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈഫിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ക്ലാഷസ്, സ്ട്രഗിൾസ് കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും ഒരു സമയത്തുള്ള നല്ല മുഹൂർത്തങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ പോയ കാര്യങ്ങളെ ചിന്തിച്ച് നെഗറ്റീവ് ആവാതെ വളരെ പോസിറ്റീവായിട്ടുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഒരു ദിനത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സന്തോഷമായാലും അതിന് നല്ല രീതിയിൽ തന്നെ, വലിയ രീതിയിൽ തന്നെ നിങ്ങളത് എൻജോയ് ചെയ്യുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒളിച്ചോടി പോകാതെ ആ ഒരു സാഹചര്യത്തെ ധൈര്യപൂർവ്വം നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആഫ്റ്റർ ഓൾ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടേതായ കാഴ്ചപ്പാട്, നിങ്ങളുടേതായ ഉറച്ച നിലപാടെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ ഒരു പേഴ്സൻ്റെ ജേണി, ഈ പേഴ്സണോടൊപ്പമുള്ള നിങ്ങളുടെ ജേണി നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാം, നിങ്ങളെ ഒന്ന് വാർത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പല ഭയങ്ങളെ മാറ്റാനായിട്ട് പ്രതീക്ഷകൾ ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു പാർട്ട് ഓഫ് ഗെയിം ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിലയിലെത്തണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജ് അഭിമുഖീകരിക്കണം എന്ന് മാത്രം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെയൊക്കെയാണ്. നിങ്ങളുടെ എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.